പുലർച്ചെ 1 മണിയായി കാണും. അസം അതിർത്തിയിലേക്ക് മറ്റു കുറെ മനുഷ്യരോടൊപ്പം എന്നെയും അവർ കൊണ്ടുപോയി. പിന്നെ ബംഗ്ലാദേശിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. ചെളി നിറഞ്ഞ പാടങ്ങളിലൂടെ 8 മണിക്കൂറോളം നടന്നാണ് ഞങ്ങൾ സദ്ഗിരയിലെത്തിയത്. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബത്തോടൊപ്പം കഴിയുന്നു. ഷാഹിദ ഫക്കീർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറി വന്നതാണ് എന്നാരോപിച്ച് നാടുകടത്തപ്പെടുന്ന മനുഷ്യരുടെ കൂട്ടത്തിലെ ഒടുവിലത്തെ കണ്ണിയാണ് ഷാഹിദ. ഇനിയും എത്രയോ പേർ തങ്ങളുടെ സമയവും കാത്തു നിൽക്കുന്നു. താൻ ഇന്ത്യൻ പൗരയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പലതും ഹാജരാക്കിയിട്ടും അനധികൃത കുടിയേറ്റക്കാരിയാണെന്ന സംശയത്തിൽ നവി മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഷാഹിദയെ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയത്. ഷാഹിദയുടെ ഭർത്താവും കുട്ടികളുമൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ്. കഴിഞ്ഞ ജൂലൈ 18-നാണ് സൻബാദയിലെ ഒരു മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഷാഹിദയെ നവി മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ സ്വരൂപ് നഗർ സ്വദേശിയാണ് ഷാഹിദ. പൗരത്വം തെളിയിക്കുന്ന രേഖകൾ മുഴുവൻ ഹാജരാക്കിയിട്ടും ഷാഹിദയെ അന്യായമായാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി ബംഗാൾ മാനവാധികാർ സുരക്ഷാ മഞ്ച് എന്ന മനുഷ്യാവകാശ സംഘടന കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, മാതാപിതാക്കളുടെ ഭൂമിയുടെ ആധാരം, മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയൊക്കെ ഹാജരാക്കിയിട്ടും തന്റെ ഭാര്യയെ നാടുകടത്തുകയായിരുന്നുവെന്ന് ഷാഹിദയുടെ ഭർത്താവ് ജുമാൻ ഫക്കീർ പറയുന്നു. എന്റെയും അവളുടെയും കുടുംബങ്ങൾ സ്വരൂപ് നഗറിൽ നിന്നുള്ളവരാണ്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. 2 പതിറ്റാണ്ടായി മുംബൈയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതുപോലൊരു ദുരനുഭവം മുമ്പുണ്ടായിട്ടില്ല, ജുമാൻ പറഞ്ഞു നിർത്തി. 2 മക്കളാണ് ജുമാൻ ഷാഹിദ ദമ്പതിമാർക്ക്. മൂത്തയാൾ മൊബൈൽ ടെക്നീഷ്യനാണ്, രണ്ടാമൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയും. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. എനിക്ക് നാട്ടിലേക്ക് മടങ്ങണം. എന്റെ മകൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനെ ആര് നോക്കും? ഷാഹിദ ചോദിക്കുന്നു. ഷാഹിദയെ തിരിച്ചെത്തിക്കുന്നതിനായി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് കുടുംബം പറഞ്ഞു. ബംഗാളിൽ പൗരത്വവും വോട്ടർ പട്ടികയിലെ വിവരങ്ങളും സംബന്ധിച്ച പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് അനധികൃത കുടിയേറ്റക്കാരെന്ന ഗണത്തിൽപ്പെടുത്തുന്നുണ്ട് ഭരണകൂടം. തന്റെ കുടുംബം SIR നടപടികളിൽ പങ്കെടുക്കുകയും ഹിയറിംഗുകൾ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നതായി ഷാഹിദ പറയുന്നു. തന്റെ സഹോദരങ്ങളിൽ 3 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിലുണ്ട്. എന്നാൽ തന്റെയും മറ്റൊരു സഹോദരിയുടെയും പേരുകൾ സംബന്ധിച്ച വിഷയം നിലവിൽ ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണെന്ന് അവർ പറഞ്ഞു. 1995 ഒക്ടോബർ 12-ന് ബിതാരി ഹക്കീംപൂർ ഗ്രാമപഞ്ചായത്ത് 6382 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ ഷാഹിദയുടെ ജനനം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2019 അന്തരിച്ച അവളുടെ പിതാവിന്റെ മരണം അതേ വർഷം ജനുവരി 22-ന് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിൽ 82041 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ ID കാർഡ്, പാൻ കാർഡ്, തന്റെ പേരിലുള്ള ലാൻഡ് റെക്കോർഡ് തുടങ്ങി രാജ്യത്തെ പൗരയാണെന്ന് തെളിയിക്കാനുള്ള പരമാവധി രേഖകൾ ഷാഹിദ ഹാജരാക്കിയിരുന്നു. ഇനി എന്ത് രേഖയാണ് തങ്ങൾക്ക് സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഷാഹിദയുടെ കുടുംബം. അറസ്റ്റിനുള്ള നിയമപരമായ കാരണങ്ങളെക്കുറിച്ച് അവരെ അറിയിച്ചില്ലെന്നും നിയമസഹായം തേടാനോ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്താനോ അനുവദിച്ചില്ലെന്നും ബംഗാൾ മാനവാധികാർ സുരക്ഷാ മഞ്ച് തങ്ങളുടെ പരാതിയിൽ പറയുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തടവിലാക്കപ്പെടുകയും പിന്നീട് ബംഗ്ലാദേശിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്യുന്ന ബംഗാൾ സ്വദേശികളുടെ നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ബംഗാൾ സ്വദേശികളായ സുനാലി ഖാത്തൂൺ, CT ബീബി എന്നിവരെയും അവരുടെ കുടുംബങ്ങളെയും ഡൽഹിയിൽ തടവിലാക്കുകയും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തി. കഴിഞ്ഞ വർഷം തന്നെ ജൂണിൽ മുംബൈയിൽ തടവിലാക്കപ്പെട്ട പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 5 കുടിയേറ്റ തൊഴിലാളികളെയും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയിരുന്നു. അവരും പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഷാഹിദയുടെ പൗരത്വം തെളിയിക്കുന്നതിനും അവരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുമായി നിയമപരമായ ഇടപെടലുകൾ തേടുകയാണ് അവരുടെ കുടുംബം ഇപ്പോൾ.